നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ പാസ്പോർട്ടിൽ പങ്കാളികളുടെ പേര് ചേർക്കാനുള്ള അവസരമൊരുങ്ങുന്നു. നിർണായക തീരുമാനവുമായിട്ടാണ് ദുബായ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാർക്ക് ഈ സേവനം ലഭ്യമാകുമെന്നാണ് വിവരം. ഇതിനായി പുതിയ പാസ്പോർട്ട് നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് തന്നെ അറിയിപ്പുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. നിലവിൽ പുറത്തുവിട്ട പുതിയ വിവരങ്ങൾ പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ടിനായിട്ടുള്ള അപേക്ഷകർക്ക് അനക്സ്റ്റർ ജെ എന്ന പേരിൽ ദമ്പതികളുടെ ഫോട്ടോ പതിപ്പിച്ച സത്യവാങ്മൂലം സമർപ്പിക്കാൻ കഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ദമ്പതികൾക്ക് അവരുടെ പാസ്പോർട്ടിൽ മാരിറ്റൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള അപേക്ഷയും നൽകാൻ സാധിക്കും. നേരത്തെ ഇത് സംബന്ധിച്ച് കാലതാമസവും അപേക്ഷ നിരസിക്കലും നേരിടേണ്ടി വരുന്നത് പതിവായിരുന്നുവെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് പുതിയ നിയമത്തിൽ ഇളവ് വരുത്തിയിരിക്കുന്നത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കൂടാതെ ഇതുവഴി പ്രവാസികൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ എളുപ്പമാകുകയും ഒപ്പം അനുകൂലമാകുകയും ചെയ്യുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. അതേസമയം ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വിവാഹ സർട്ടിഫിക്കറ്റിന് പകരമായി അനക്സ്റ്റർ ജെ എന്ന സത്യവാങ്മൂലം സ്വീകരിക്കുന്നുണ്ടെന്ന് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പുതിയ നിർദ്ദേശം വന്നതിന് ശേഷമാണ് ഈ മാറ്റം നടപ്പിലാക്കിയതെന്നും കോൺസുലേറ്റിന്റെ പ്രസ് വിംഗ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് അനക്സ്റ്റർ ജെ എന്നത് നോക്കാം. പാസ്പോർട്ട് അപേക്ഷകർക്ക് അവരുടെ മാരിറ്റൽ സ്റ്റാറ്റസ് സ്ഥിരീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു സംയുക്ത പ്രഖ്യാപന ഫോമാണ് അനക്സ്റ്റർ ജെ. ഈ ഫോം പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എളുപ്പമാക്കാൻ പ്രവാസികളെ സഹായിക്കുന്ന ഒന്നാണ്. കൂടാതെ ഇത് ഭാര്യയുടെയും ഭർത്താവിന്റെയും പേരുകൾ ചേർക്കുന്നതോടെ വൈവാഹിക നില സ്ഥിരീകരിക്കുകയും വിവാഹിതരായ ദമ്പതികളായി ഒരുമിച്ച് താമസിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒന്നാണ്. അതുമാത്രമല്ല, ഈ പ്രഖ്യാപനം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലത്തിന്റെ രൂപത്തിലാണ് നൽകേണ്ടുന്നത്. പ്രഖ്യാപനവുമായി RTA പങ്കാളികളുടെ പേര് പാസ്പോർട്ടിൽ ചേർക്കുന്നതിനോ വിവാഹശേഷം പാസ്പോർട്ട് പതിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ മാരിറ്റൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനോ ഉള്ള അപേക്ഷകൾക്കൊപ്പം തന്നെ ഈ ഫോം സമർപ്പിക്കാവുന്നതാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ രജിസ്റ്റർ ചെയ്ത വിവാഹ സർട്ടിഫിക്കറ്റ് ഇത്തരക്കാർക്ക് ഇത് ഏറെ സഹായമാകുകയും ചെയ്യുമെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഇത് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിനോ വീണ്ടും നൽകുന്നതിനോ ഉള്ള അപേക്ഷകൾക്ക് വേഗത്തിൽ അനുമതി ലഭിക്കാൻ സഹായമാകുന്ന ഒരു തീരുമാനമാണ്. അതേസമയം ദമ്പതികൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഏറ്റവും പുതിയ ഫോട്ടോ, അപേക്ഷകന്റെ മുഴുവൻ പേര്, താമസവിലാസം, ആധാർ കാർഡ്, വോട്ടർ ID കാർഡ് നമ്പറുകൾ, രണ്ടുപേരുടെയും പാസ്പോർട്ട് നമ്പറുകൾ എന്നിവയാണ് ഇതിൽ നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്ന വിവരങ്ങൾ. കൂടാതെ തന്നെ പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നൽകിയിട്ടുള്ള എല്ലാ വിവരങ്ങളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നും അറിയിച്ചിരിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് ഭാവിയിൽ എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ കേസ് പൂർണ്ണമായും അപേക്ഷകന്റെ ഉത്തരവാദിത്തമായിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് നൽകുന്ന അതോറിറ്റിക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. അതിനാൽ സമർപ്പിക്കുന്ന വിവരങ്ങളുടെ കൃത്യതയുടെ പ്രാധാന്യം നിർബന്ധമായും ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്നും ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.